ഹായ്, നമ്മുടെ GDM ബേബിയാണ്. ഈ ബേബിയുടെ മദറിന് പ്രഗ്നൻസിയിൽ GDM ഉണ്ടായിരുന്നു. GDM എന്നാൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഗർഭിണികളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഈ ഒരു GDM ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന കോംപ്ലിക്കേഷനാണ് മാക്രോസോമിയ, അതായത് ബേബിയുടെ വെയിറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിക്കാറുണ്ട്. ഈ ഒരു ബേബി 38 വീക്സിൽ ഇൻഡ്യൂസ് ചെയ്തതാണ്. 38 വീക്സിൽ നമ്മൾ ഡെലിവറി ആക്കി. എന്നാലും ഈ ബേബിക്ക് ഒരു 3.8 kg വെയിറ്റ് ഉണ്ട്. സാധാരണയായിട്ട് GDMൽ വെയിറ്റ് കൂടുന്നതിൻ്റെ കാരണം പ്രമേഹം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം. അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടാകുമ്പോൾ ഈ അമിതമായിട്ടുള്ള ഷുഗർ കുഞ്ഞിലേക്കും പ്ലാസൻ്റ വഴി എത്തുന്നു. ഈ അമിത ഷുഗർ കുഞ്ഞിലെത്തുമ്പോൾ കുഞ്ഞിൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥി സ്റ്റിമുലേറ്റ് ആക്കപ്പെടുകയും അവിടെ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഇൻസുലിനോടൊപ്പം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറും മറ്റ് ഗ്രോത്ത് ഹോർമോണുകളും ഉണ്ടാകുന്നു. ഈ ഹോർമോണുകൾ കുഞ്ഞിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെ കുട്ടിക്ക് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഷുഗർ കൂടുമ്പോൾ നമുക്കറിയാം യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അമ്മയിൽ നിന്നും എത്തുന്ന അമിതമായിട്ടുള്ള ഷുഗർ കുഞ്ഞിലെത്തുകയും ഇത് കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുകയും അത് ഒരു പോളിഹൈഡ്രാമിയോസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മാക്രോസോമിയ, പോളിഹൈഡ്രാമിയോസ് ഒക്കെ GDM കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ.